ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തെല്ലാം സുഖം തന്നെയല്ലേ എല്ലാവർക്കും? കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോയി. ഇതിലും കൂടുതലുള്ള മനുഷ്യന്മാരുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും കൂടുതൽ റേറ്റ് വരുന്ന കറണ്ട് ബില്ലാണിത്. അപ്പം കാണുന്നുണ്ടോ? ക്യാമറ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അത് തല തിരിഞ്ഞിട്ടായിരിക്കും കാണാൻ. 5000-ന്റെ അടുത്തുണ്ട്. 4296. അപ്പൊ നമുക്കത് ഏറ്റവും വലിയൊരു എമൗണ്ട് തന്നെയാണ്. ഇവിടെ എൻ്റെ ഈ വീട്ടിലുണ്ടല്ലോ 1000 ഉറുപ്പ്യ, ചുരുങ്ങിയത് 1000 ഉറുപ്പ്യ വരെ വരുത്തില്ല കറണ്ട് ബില്ല്. പിന്നെ അതിങ്ങനെ കൂടി ഇട്ട് വന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാല്, അത് ചിലരെല്ലാം പറയുന്ന കേൾക്കാം. നമ്മള് ഫസ്റ്റിൽ പുതിയൊരു വീട് എടുത്തിട്ട് അതിന് ശേഷം കുറച്ച് കുറവായിരിക്കും, പിന്നെയാണ് കൂടുകയെന്ന് ആദ്യം മുതലേ പറയുന്ന കേട്ടിനേന് ഞാൻ. പക്ഷെ ഞാനത് കാര്യമാക്കിയിട്ടില്ലേനു. ആദ്യം 600, 700, 750. അപ്പൊ എൻ്റെ തൊട്ട് ഇടവലത്തുള്ള ഇത്താത്തെല്ലാം പറയും, എനിക്ക് കുറവാണല്ലോ മുന്താസെ, എപ്പോ എനിക്ക് കുറവാണല്ലോ എന്നെല്ലാം പറയും. ഒരു റൂമില് AC ഉണ്ട്. പക്ഷെ നമ്മള് വേനൽക്കാലത്താണ് AC അധികം ഉപയോഗിക്കാറ്. ഇതാ മഴ പെയ്യുന്ന വർഷക്കാലമായി കഴിഞ്ഞാൽ AC ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ചിലപ്പം സർവീസിന് നമ്മള് AC കുറെ കൂടുമ്പോ നമ്മൾ അതിന്റെ എന്തിനു കൊടുത്തിട്ടില്ലെങ്കിൽ, സർവീസിന് കൊടുത്തിട്ടില്ലെങ്കിൽ അതെല്ലാം പണി കിട്ടുന്ന ആണോ എന്തോന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ 2 മാസം മുമ്പേ വന്ന കറണ്ട് ബില്ല് 3000 സംതിങ്, ഏകദേശം 4000-ന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ വന്നത് 5000. അപ്പൊ ഇത് ഞങ്ങളെ സംബന്ധിച്ചത് വലിയൊരു സംഖ്യ തന്നെയാണ് കറണ്ട് ബില്ല് എന്നൊക്കെ പറയുന്നത്. ഞാൻ പറയും, ഇവിടെ തിന്നാനും കുടിക്കാനും ഉള്ള പൈസയല്ലേ നമ്മൾ ഈ കൊടുക്കുന്നത്. TV പിന്നെ വെറുപ്പോ ഇവിടെ നാട്ടിലുള്ളതിനെ കൊണ്ട് TV എപ്പോഴും, പിന്നെ ഫാനും ഉണ്ടാവും. മെഷീൻ ഇപ്പൊ എൻ്റെ വാഷിംഗ് മെഷീൻ ബടക്കായിട്ട് ഇപ്പൊ ഒന്ന് ശരിയാക്കിയിട്ടതായത്. എന്താന്ന് അറിഞ്ഞൂടെ ഇങ്ങനെ കറണ്ട് ബില്ല് കൂടാൻ ചാൻസ്. ഞാനപ്പോ പറഞ്ഞു വന്നത്, നമ്മളിപ്പം കുറെ കൂടിയിട്ട് ഒരു 10 വർഷത്തിന്റെ അടുത്ത് ആയിട്ടുണ്ടാവും. ആദ്യമായിട്ടാണ് ഇത്ര എമൗണ്ടില് കറണ്ട് ബില്ല് വരുന്നത് കേട്ടോ. അപ്പൊ അന്നാ ഇത്താത്ത പറയുമ്പോ ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെയൊന്നും ഉണ്ടാവൂല എന്നായിരുന്നു. അപ്പൊ സത്യം പറഞ്ഞപ്പോ പേടിയായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വർഷങ്ങള് അപ്പൊ ഇതിലും കൂടാൻ ചാൻസ് ഉണ്ടോ, അതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ ഉണ്ട്. ഒരു പുതിയൊരു വീട് എടുത്തു കഴിഞ്ഞിട്ട് അന്നേരം ഇല്ലാത്തത് പിന്നെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതൊരു പുതിയ അറിവാണ്. എന്താന്ന് അറിഞ്ഞൂടെ, ഇതൊരു വിഷമിപ്പിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. നമ്മള് മക്കൾക്ക് തിന്നാൻ കൊടുക്കേണ്ട പൈസ എടുത്തിട്ടല്ലേ ഇത് കറണ്ട് ബില്ലെല്ലാം അടക്കുന്നത്. അപ്പൊ എനക്കിത് പുതിയൊരു ഞെട്ടൽ എന്ന് പറയാം. അപ്പൊ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് ഇങ്ങനെ ഫസ്റ്റ് 1000 വരെ വരാത്ത എൻ്റെ ഈ വീട്ടിൽ ഇപ്പൊ തുടർച്ചയായിട്ട് നല്ല നല്ല സംഖ്യകളാണ്. അത്രയും നല്ല സംഖ്യ കറണ്ട് ബില്ലിനായിട്ട് വരുന്നത്. ഇതിൽ കൂടുതലുള്ളവരുണ്ട്. 10000, 18, നമ്മളെ അങ്ങോട്ടെല്ലാം ഉണ്ട്. 18 എല്ലാം ഉണ്ട്. 15000 ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്ന് നമുക്ക് അങ്ങനെ വരുമ്പോ നമുക്ക് അതിന്റെ ആ ഒരു ഇതുണ്ടാവില്ലേ, അതാ പെട്ടെന്നൊരു ഞെട്ടല്. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഞാൻ ബോധം കേട്ട് ഞാൻ ബില്ല് കൊണ്ടുവന്ന ഓനോട് ഞാൻ പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് വീട് മാറിയിട്ടുണ്ടാവും, ഇത് എന്റേതല്ല, നമ്മളത് മറ്റേ ജഗതി പറഞ്ഞ പോലെ നമ്മളിത് ഇങ്ങനെ അല്ല, അങ്ങനെയെല്ലാം പറഞ്ഞിക്കേനു. പക്ഷെ അങ്ങനെ സംഭവിച്ചു ഗെയ്സ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയെന്നറിയില്ല. ഇതെല്ലാം ഉപയോഗിച്ചതിനെ കൊണ്ടോ എന്തോ അറിഞ്ഞൂടാ. അപ്പൊ എല്ലാം ശരിയാക്കണം. ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.